ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെറൂസിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തെപ്പറ്റി നാം ചിന്തിച്ചു. ബേൽശസ്സർ രാജാവ് യെരൂശലേം ദേവാലയത്തിലെ പൊൻപാത്രങ്ങളിൽ വീഞ്ഞ് ഉപയോഗിച്ചതും അന്യദേവന്മാരെ ആരാധിച്ചതും നാം കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ ദാനിയേൽ പ്രവാചകൻ അതിൻ്റെ അർത്ഥം ബേൽശസ്സർ രാജാവിന് വിവരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം മെനെ മെനെ തെക്കൽ ഊഫർസീൻ എന്ന എഴുത്തിന് അർത്ഥം ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്ത്യം വരുത്തിയിരിക്കുന്നു, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പറ്റി ദൈവം ഇങ്ങനെ കൽപ്പിക്കാതിരിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ദൈവസന്നിധിയിൽ ഏറ്റവും കുറവുള്ളവരായ, പാപികളായ, ബലഹീനരായ, ഏറെ പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന, പാപലോകത്തിൽ കഴിയുന്ന നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്ലീഹന്മാർ കർത്താവിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയെങ്കിൽ ആർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കും? കർത്താവ് പറയുന്നു, മനുഷ്യർക്ക് കഴിയില്ല, എന്നാൽ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമ്മുടെ ഭൗതികമായ അധ്വാനം കൊണ്ടല്ല, മറിച്ച് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ കർത്താവ് നമ്മളെപ്പറ്റി, ഇവൻ എൻ്റെ മകൻ്റെ സഹോദരൻ, എൻ്റെ പ്രിയപുത്രൻ എന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളെയും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.